കാസർഗോഡ് റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് ഉദിനൂരിൽ ഉജ്ജ്വലമായ സമാപനം. സമാപന സമ്മേളനം ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കലോത്സവത്തിന്റെ വിജയത്തിനു വേണ്ടി വിവിധ മേഖലകളിലായി പ്രയത്നിച്ചവരെയും സഹകരിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ഭരണഘടന ഉറപ്പു നൽകുന്ന മതനിരപേക്ഷത, ജനാധിപത്യം, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം പലതരത്തിൽ വെല്ലുവിളി നേരിടുമ്പോൾ കുട്ടികൾക്ക് ദേശീയബോധത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകാൻ കലോത്സവങ്ങൾക്ക് സാധിക്കണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന 63ാമത് കാസർഗോഡ് റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ പ്രവാസിക രാജ്യമായി ഇന്ത്യ, അതിന്റെ ഭരണഘടന, അതിന്റെ മതേതരത്വം, അതിന്റെ ജനാധിപത്യം, അതിന്റെ സ്വാതന്ത്ര്യം, ഇതെല്ലാം പരീക്ഷിക്കുവാൻ ബാധ്യതയുണ്ട്. എനിക്ക് ചിന്തിക്കാൻ കഴിയുന്ന ദേശീയ പ്രബുദ്ധമായ വികാരം ഉണ്ടായിരിക്കേണ്ട കുട്ടികളുടെ മനസ്സിൽ അവിടെ വിനാശത്തിന്റെ വികാരം ഉണ്ടാകാൻ ആ നിലയിൽ സംഭാവനകളും സദ്ഗുണങ്ങളും നിറക്കുന്ന പരിപാടികളുടെ ഭാഗമായി കലയും സാഹിത്യവും സംസ്കാരവും ക്രിസ്തുവും സംഗീതവും ഒക്കെ തന്നെ സമന്വയിപ്പിച്ചുകൊണ്ട് അവരുടെ കലാബോധം അവതരിപ്പിക്കപ്പെടുന്നവരാണ്. ഭാഷക്കാരായ നമുക്കും അവർക്കെല്ലാം തന്നെ നമ്മുടെ സംസ്കാരത്തെ സംസ്കൃതികളാണ് നടക്കുന്നത്. അത് ഈ സന്ദർഭത്തിന് ആവശ്യമായിട്ടുണ്ട്. ഒരുപാട് ഗൗരവഭാവങ്ങൾ നിങ്ങൾ ഞാൻ കാണുകയാണ് ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹത്തിലും. ചടങ്ങിൽ മണ്ഡലം MLA M രാജഗോപാലൻ അധ്യക്ഷനായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് വിശിഷ്ടാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ, ജില്ലാ കലക്ടർ K ഇമ്പശേഖർ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, പടന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P മുഹമ്മദ് അസ്ലം, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, പിലിക്കൂട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി, വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, മറ്റ് ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കലോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾക്കും വിജയത്തിനുമായി വിവിധ മേഖലകളിൽ അക്ഷരം പ്രവർത്തിച്ചവരെയും സഹകരിച്ചവരെയും സമാപന വേദിയിൽ ആദരിച്ചു. ചടങ്ങിൽ സ്വീകരണ കമ്മിറ്റി ചെയർമാൻ MTP ഇസ്മയിൽ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ KV സത്യൻ മാടക്കാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.